വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഓർമ്മിക്കുക, വിശുദ്ധ 5-ാം പിയൂസ് മാർപ്പാപ്പയുടെ ഓർമ്മദിനമാണിന്ന്. 1504 ജനുവരി 27-ാം തീയതി ബോസ്കോയിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. മൈക്കൽ ഗിസ്ലിയേരി എന്ന മാമോദിസ പേര് സ്വീകരിച്ചു. ഡൊമിനിക്കൻ സന്യാസികളുടെ കീഴിൽ വ്യാകരണം പഠിച്ച് മൈക്കൽ 15-ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ആശാനിഗ്രഹവും കൂടുതൽ എളിമയും അടക്കവും പാലിച്ചു പോന്നു. 36-ാം വയസ്സിൽ വൈദികനായി. 16 വർഷം വിദ്യാർത്ഥികൾക്ക് തീക്ഷ്ണമായ ദൈവഭക്തിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ചു. 1556 മെത്രാനായി നിയമിക്കപ്പെട്ടു. 1 വർഷത്തിനു ശേഷം കർദിനാളാക്കി ഉയർത്തപ്പെട്ടു. സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന്റെ എളിമയും വിനയവും വർദ്ധിപ്പിച്ചു. 1566 ജനുവരി 7-ാം തീയതി കർദിനാൾ മൈക്കൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 5-ാം പിയൂസ് എന്ന നാമം സ്വീകരിച്ചു. തുർക്കികളുടെ ആക്രമണത്തെ ചെറുക്കാൻ നാവിക സൈന്യത്തെ സംഘടിപ്പിച്ചെങ്കിലും അവരെ ചെറുക്കാൻ നാവിക സൈന്യത്തെ കൊണ്ട് മതിയാവുകയില്ല എന്ന് മനസ്സിലാക്കി എല്ലാവരും ദൈവമാതാവിന്റെ മാധ്യസ്ഥം യാചിച്ച് ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തു. 1567 ഒക്ടോബർ 17 ലെപ്പന്തോ ഉൾക്കടലിൽ വെച്ച് പേപ്പൽ സൈന്യം തുർക്കികളെ തോൽപ്പിച്ച് ക്രൈസ്തവ രാജ്യങ്ങളെ സംരക്ഷിച്ചു. അതിനുശേഷം ദൈവമാതാവിന്റെ ലുത്തിനിയായിൽ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുകൂടി ചേർത്തു. ഒരിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യന്റെ കാലിലെ വ്രണം പാപ്പ ചുംബിക്കുന്നത് കണ്ട് ഒരു ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റുകാരൻ മാനസാന്തരപ്പെട്ടു. കഠിനമായ അധ്വാനവും പ്രായശ്ചിത്തവും നിമിത്തം വളരെ ക്ഷീണിതനായിരുന്ന പാപ്പ 1572 മെയ് 1-ാം തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1712 മെയ് 12-ാം തീയതി ക്ലെമൻ 13-ാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. കലാലയ വിദ്യാഭ്യാസം കൂടാതെ കുഞ്ഞുനാൾ മുതൽ ആത്മീയ പഠനം നടത്തി പത്രോസിന്റെ സിംഹാസന പദവി അലങ്കരിച്ച 5-ാം പിയൂസ് പാപ്പയുടെ വിശ്വാസദാർഢ്യത എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാവിലെന്നും ഭോജ്യമായി ഹൃത്തിലെന്നും ജീവനായി പെയ്തിറങ്ങിയ മന്നയായി ദിവ്യകാരുണ്യം ജീവനായിതാ സൗഖ്യമായിതാ സ്നേഹമായി തീർന്നിതാ ദിവ്യകാരുണ്യം ജീവനായി നീ എന്റെ പ്രാണനായി വന്നു വസിച്ചിടേ.
വസിച്ചിടണേ. ജീവന്റെ ജീവനായി നീ എന്റെ പ്രാണനായി വന്നു വസിച്ചിടണേ. ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ, ഒന്നായി തീർന്നിടണേ. ദിവ്യകാരുണ്യം മുറിഞ്ഞപ്പമാ വിണ്ണിറങ്ങി മണ്ണിറങ്ങി എന്റേതാകണേ. സ്നേഹഭോജ്യമാ ആത്മാവിൽ നീ ആരിനിന്നും ജീവനാകാൻ വന്നു വാണിടൂ. സ്നേഹവായ്പിനാ ലോകമെങ്ങും ഏകുവാൻ എന്നും സ്നേഹമായി തീരാൻ ദിവ്യഭോജമേ. ലോകമെങ്ങും ഏകുവാൻ എന്നും സ്നേഹമായി തീരാൻ ദിവ്യഭോജ്യമേ. എന്നും ജീവന്റെ അപ്പമായി തീർന്നിടണേ. ജീവന്റെ ജീവനായി നീ എന്റെ പ്രാണനായി വന്നു വസിച്ചിടണേ. ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ, ഒന്നായി തീർന്നിടണേ. ജീവന്റെ ജീവനായി നീ എന്റെ പ്രാണനായി വന്നു വസിച്ചിടണേ. ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ, ഒന്നായി തീർന്നിടണേ. എന്നിൽ വന്നൊരപ്പമേ മമ ജീവനാ ആത്മാവിൻ ആനന്ദം എനിക്കേകുവാൻ. ഞാനും എന്റെ യേശുവും ഒന്നു ചേർന്നിടും. ഈ വേള ധന്യമാകാൻ കൃപയാകണേ. സ്നേഹദൂതിനാ നിൻ സാക്ഷ്യമാകുവാൻ എൻ ജീവനായി തീരാൻ സ്നേഹരൂപനേ. സ്നേഹദൂതിനാൽ നിൻ സാക്ഷ്യമാകുവാൻ എൻ ജീവനായി തീരാൻ സ്നേഹരൂപനേ. എന്നും നാഥന്റെ സ്വന്തമായി തീർത്തിടണേ. ജീവന്റെ ജീവനായി നീ എന്റെ പ്രാണനായി വന്നു വസിച്ചിടണേ. ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ, ഒന്നായി തീർന്നിടണേ. ജീവന്റെ ജീവനായി നീ എന്റെ പ്രാണനായി വന്നു വസിച്ചിടണേ. ഓ എന്റെ സ്നേഹമേ എന്നുള്ളിൽ വാഴണേ, ഒന്നായി തീർന്നിടണേ.